17-ാം നാൾ കേരളം പോളിംഗ് ബൂത്തിലേക്ക് 16-ാം കേരള നിയമസഭ എങ്ങോട്ട് തിരിയും? പത്രികാ സമർപ്പണം പൂർത്തിയായ ശേഷമുള്ള സംഭവവികാസങ്ങളിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. മലപ്പുറത്ത് നിന്നും അരുൺ അമർനാഥ് ചേരുകയാണ്. മലപ്പുറത്ത് എന്താണ് സംഭവിക്കുന്നത് എന്ന് നോക്കാം. അരുൺ, മലപ്പുറത്ത് ലീഗിന്റെ കോട്ടയാണ്. ലീഗിന്റെ കോട്ട ഇളക്കാൻ വേണ്ടിയുള്ള അവസാനവട്ട ശ്രമങ്ങൾ, സ്ഥാനാർത്ഥികളുടെ തന്നെ അവതരിപ്പിക്കുന്ന രീതി, സ്വതന്ത്രന്മാരുടെ പരീക്ഷണം, ഇതൊക്കെ കൊണ്ട് വലിയൊരു സസ്പെൻസ് അവസാന ദിവസവും നിന്ന ഒരു ജില്ലയാണ്. LDFന്റെയും UDFന്റെയും NDAയുടെയും പ്രതീക്ഷകൾ എന്താണ് ഈ 3 മണിക്ക് ശേഷം? പ്രജീഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ അത്തരത്തിലുള്ള നാടകീയതകളും ട്വിസ്റ്റുകളും തന്നെയാണ് മലപ്പുറത്ത് പതിവിൽ നിന്ന് വ്യത്യസ്തമായ അവസാന മണിക്കൂറിലും നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. പ്രത്യേകിച്ചും LDFനെ സംബന്ധിച്ച് CPMൽ നിന്ന് നമുക്ക് തുടങ്ങാം. ഈ സ്വതന്ത്ര പരീക്ഷണങ്ങൾ പലപ്പോഴും വിജയകരമാകാറുണ്ട്. അതിന് ഉദാഹരണമാണ് കഴിഞ്ഞ തവണ PV അൻവർ ആയിക്കോട്ടെ, KT ജലീൽ, V അബ്ദുറഹ്മാൻ എന്നിവർ. അപ്പോൾ അതേ ഒരു സ്ട്രാറ്റജി CPM തുടരുമോ ഇല്ലയോ എന്നുള്ളത് ആയിരുന്നു പ്രധാനപ്പെട്ട ചോദ്യം. പക്ഷേ അതിൽ വലിയൊരു ആശയക്കുഴപ്പം ചരിത്രത്തിൽ ഇന്നേ വരെ ഇല്ലാത്ത രീതിയിൽ CPM ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ്. കാരണം സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചതിന് ശേഷം V അബ്ദുറഹ്മാൻ മണ്ഡലം മാറാനുള്ള ഒരു സന്നദ്ധത അറിയിക്കുന്നു. പ്രചാരണത്തിന് ഇറങ്ങാതിരിക്കുന്നത് CPMനെ പ്രതിസന്ധിയിലാക്കിയ ചെറുതൊന്നുമല്ല. അങ്ങനെ തിരൂരിലേക്ക് അബ്ദുറഹ്മാൻ മുന്നിൽ വഴങ്ങേണ്ടി വന്നു എന്ന് തന്നെ പറയാം. അങ്ങനെ താനൂരിൽ പുതിയ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായ P സമീർ വരുന്നു. ഒപ്പം തന്നെ മങ്കടയിൽ ലീഗ് വിമതൻ എത്തിയപ്പോൾ സ്ഥാനാർത്ഥിയെ പിൻവലിക്കാനുള്ള ഒരുക്കത്തിലാണ് ഇപ്പോൾ ഉള്ളത്. വള്ളിക്കുന്നും അവസാന ഘട്ടത്തിലാണ് സ്ഥാനാർത്ഥിയെ കണ്ടത്. അങ്ങനെ CPMന് ഒരു സ്ഥാനാർത്ഥി മത്സരിക്കാനില്ലേ എന്ന തരത്തിലൊരു പ്രചാരണം UDFന് തുടക്കഘട്ടത്തിൽ തന്നെ ഏറ്റെടുക്കാൻ, കാരണം പ്രചാരണത്തിൽ ഒരു ഘട്ടം മുന്നിലാണ് UDF, പ്രത്യേകിച്ചും ലീഗൊക്കെ നേരത്തെ തന്നെ പ്രഖ്യാപനം കഴിഞ്ഞ് അത്തരത്തിൽ പ്രചാരണത്തിൽ സജീവമായിരിക്കുമ്പോഴാണ് CPM പട്ടിക പൂർത്തിയാക്കാനുള്ള പ്രയാസം അനുഭവിക്കുന്ന ഒരു കാഴ്ച കണ്ടത്. അപ്പോൾ അതിലൊക്കെ കടന്ന് ഇനി എന്ത് ഫോർമുലയിലേക്കായിരിക്കാം CPM വരുന്നത് എന്നുള്ളതാണ്. ലീഗിനെ സംബന്ധിച്ച്, UDFനെ സംബന്ധിച്ച് 16-ൽ 16 എന്നൊരു മോട്ടോ ആണ് അവർ ഇത്തവണ മുന്നിലേക്ക് വെക്കുന്നത്. മലപ്പുറത്തൊരു ക്ലീൻ സ്വീപ്പ് തന്നെയാണ് അവർ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ആവനായിലെ എല്ലാ അസ്ത്രവും എടുത്ത് പ്രതിരോധിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നിലവിലെ സീറ്റുകൾ നിലനിർത്താനായാൽ തന്നെ അത് ബോണസാകും. കഴിഞ്ഞ തവണ 4 എന്നൊരു വലിയ നമ്പറാണ് CPMനെ സംബന്ധിച്ച്. ഇത്തവണ അത് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ നഷ്ടപ്പെട്ടിരിക്കുന്നു. ഇനി 3 മണ്ഡലങ്ങളാണ് കയ്യിൽ അവശേഷിക്കുന്നത്. അവിടെ തവനൂരിൽ നിന്ന് തുടങ്ങിയാൽ KT ജലീലും VS ജോയും നേർക്കുനേർ വരുന്നു. എല്ലാ സാമുദായിക സമവാക്യങ്ങളും മാറ്റി എഴുതിക്കൊണ്ടാണ് VS ജോയിയെ UDF അവിടെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കുന്നത്. അപ്പോൾ ജോയ്ക്കുള്ള ഒരു സ്വീകാര്യതയുണ്ട്. KT ജലീലും ശക്തനായതാണ്. അപ്പോൾ ഇഞ്ചോടിഞ്ച് പോരാട്ടം തന്നെ തവനൂരിൽ നമുക്ക് കാണാൻ സാധിക്കും. ഒപ്പം തന്നെ താനൂരിൽ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണ് വരുന്നത്. അവിടെ യുവ സ്ഥാനാർത്ഥിയാണ് UDFന്റെ PK നവാസ്. അവിടെയും പോരാട്ടം പ്രവചനങ്ങൾക്ക് അതീതമാണ് എന്നുള്ളത് തന്നെയാണ്. പൊന്നാനിയിൽ CPMന് ആകെ ഒരു ആധിപത്യം പറയാനുള്ള, അല്ലെങ്കിൽ അത്തരത്തിൽ മുൻതൂക്കമുള്ള ഒരേ ഒരു മണ്ഡലം എന്ന് ജില്ലയിൽ വിശേഷിപ്പിക്കുക. ആ പൊന്നാനിയിൽ നൌഷാദ് അലി വരുന്നു. നൌഷാദ് അലി 2 കൊല്ലമായി അവിടെ ഗ്രൗണ്ട് വർക്ക് ചെയ്തുകൊണ്ട് അത്തരത്തിൽ മണ്ഡലത്തിൽ സജീവമായിരിക്കുന്ന കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി കൂടിയാണ്. അപ്പോൾ ഈ മണ്ഡലങ്ങളെല്ലാം നിലനിർത്തുക എന്നുള്ളത് തന്നെയായിരിക്കും CPMനെ സംബന്ധിച്ച് പ്രധാന ടാസ്ക്. ആ ഒരു വെല്ലുവിളി എങ്ങനെ CPM മറികടക്കുന്നു എന്ന് അനുസരിച്ചിരിക്കും. UDFനെ സംബന്ധിച്ച് ക്ലീൻ സ്വീപ്പ് എന്നൊരു ലക്ഷ്യവുമായി അവരങ്ങനെ മുന്നോട്ട് പോവുകയാണ്. അവസാന നിമിഷ ട്വിസ്റ്റുകളൊക്കെ കണ്ട മലപ്പുറം ജില്ലയിൽ എന്താകും എന്നുള്ളത് തന്നെയാണ് ഈ ഇപ്പോൾ നാമനിർദ്ദേശ പത്രിക പൂർണ്ണമാകുമ്പോൾ കൂടി അത്തരത്തിൽ പറയേണ്ടതുള്ളത്. KM ഷാജി വേങ്ങരയിൽ മത്സരിക്കുമ്പോൾ മലപ്പുറത്ത് PK കുഞ്ഞാലിക്കുണ്ടിയുണ്ട്. അവരുടെയൊക്കെ ലക്ഷ്യം എന്ന് പറയുന്നത് ഇപ്പോഴേ അവർ ഉയർത്തിപ്പിടിക്കുന്നത് 40+ എന്നൊക്കെയാണ്. UDF അത്തരത്തിലുള്ള ഒരു ആത്മവിശ്വാസത്തിലാണ്. CPMനെ സംബന്ധിച്ച് എന്ത് വില കൊടുത്തും അവിടെ പ്രതിരോധം തീർക്കണം എന്നുള്ളത് തന്നെയാണ്. പ്രജീഷ്, മലപ്പുറത്തെ 16 മണ്ഡലങ്ങളും സർവ്വസജ്ജമാണ്. തീമാറുന്ന പോരിലേക്ക്, ഉശിരൻ പോരിലേക്ക് പോകുന്നു എന്നാണ് അരുൺ അമർനാഥ് വ്യക്തമാക്കിയത്.